ആ ആ ഹലോ മണിയേട്ടാ. ഹലോ മനോജാ, നിന്നെ കാണാനേ ഇല്ലല്ലോ. എന്തൊക്കെയാ മനോജ വിശേഷം? സുഖം തന്നെയല്ലേ? ആ സുഖം തന്നെ സുഖം തന്നെ. ആ നീ വിളിച്ച കാര്യം പറ. മണിയേട്ടാ, ഞാനൊരു ഫാം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അത് നല്ല കാര്യല്ലേ. ഞാൻ എത്ര കാലമായി നിന്നോട് പറയുന്നത്. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. അല്ല, എനിക്കും കുറച്ച് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ. അങ്ങനെയാണെങ്കിലേ ഞാനിപ്പോൾ ഒന്ന് അങ്ങോട്ട് വരട്ടെ. ആ വന്നോ വന്നോ, ധൈര്യമായിട്ട് വാ. ആ അല്ല, നിങ്ങളിപ്പം ഫ്രീ ആണോ? ആ ഞാൻ ഫ്രീ ആണ്. ഞാൻ നിനക്ക് വേണ്ടി 24 മണിക്കൂറും ഫ്രീ ആക്കടോ. താൻ ധൈര്യമായിട്ട് വാ, ധൈര്യമായിട്ട് വാ. ഓ ഓക്കെ 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 ഓക്കെ, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. നേരം വൈകില്ലല്ലോ. എന്നാ ശരി. എന്താ ചൂട്! എന്റെ മക്കളെ, എന്റെ പൊന്നു മക്കളെ, നിങ്ങളെല്ലാം കാണാൻ ഒരാള് വരുന്നുണ്ട് ഇവിടെ. ഇന്ന് മൂപ്പറോടെല്ലാം ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. എന്തായാലും മണിയേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവണം. നോക്കാം. വരണം വരണം മിസ്റ്റർ മനോജ്. എന്റെ ഫാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ എപ്പോഴും വരണം വരണം എന്ന് കരുതും. മണിയേട്ടാ, ഇന്നാവുന്ന സമയമല്ലോ ഒന്ന് കിട്ടിയ. ഏതായാലും നീ വന്നല്ലോ, അത് തന്നെ വളരെ സന്തോഷം. എന്റെ മണിയേട്ടാ, ഞാനിപ്പോ ഇവിടെ വന്നത് ഡയറി ഫാം രംഗത്തേക്ക് ഒരു കാലങ്ങെടുത്ത് വെക്കാം. താനെന്തിന് ഒരു കാലാക്കുന്നു? 2 കാലം എടുത്തു വെച്ചടോ. തനിക്ക് വേണ്ടി ഞാനിവിടെ എല്ലാ സപ്പോർട്ടും ചെയ്തു തരൂ. ഇങ്ങളുള്ളതാ എന്റെ ഒരു ധൈര്യം. എന്നാ നമുക്ക് ഫാമിലേക്ക് പോയാലോ? എന്റെ മനോജെ, എല്ലാവരെയും എനിക്കിഷ്ടാ. പക്ഷേ കൂട്ടത്തിൽ ഇവളാ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടവൾ. എന്റെ നന്ദിനി. എന്റെ മണിയേട്ടാ, മണിയേട്ടാ, എന്റെ ഭാര്യക്ക് ഈ പശുവിനെയും കോഴീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓളെപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്. പയ്യനെ വേണോ, നല്ലൊരു പയ്യനെ വേണോ, കറുപ്പുമ്മ പുള്ളിള്ള പയ്യനെ വേണോ, കടലോളം ചുരത്തുന്ന പാലും വേണോ, കടലോളം ചുരത്തുന്ന പാലും വേണോ. നിന്റെ പാട്ട് അപാരം തന്നെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മണിയേട്ടാ, എനിക്കിവിടെയുള്ള എല്ലാ സൗകര്യവും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക്. നിനക്കെന്താ അറിയേണ്ടത്? ചോദിച്ചോളൂ. അല്ല, ഇവിടെ ഇങ്ങനെ കുറെ പശുക്കളൊക്കെ ഉണ്ടല്ലോ. ഈ പശുക്കളുടെ ഇനമൊക്കെ എങ്ങനെയാ അതൊക്കെ? അതായത് എന്റെ അടുത്തുള്ള മുഴുവൻ സങ്കര ഇനങ്ങളാണ്. 2 തരം പശുക്കളുടെ മിശ്രിതം. ഇവിടെ കറുപ്പും വെള്ളപ്പുള്ളിയുമുള്ള സങ്കര ഇനം പശുക്കളാണ് ഹോൾസ്റ്റൈൻ ഫ്രിഷ്യൻ. കൊമ്പില്ലാത്ത ഇളം ചുവപ്പ് നിറത്തിലുള്ളതാണ് സങ്കര ഇനം ജേസി. ഈ 2 ഇനം മാത്രമേ എന്റെ കയ്യിലുള്ളൂ മനോജെ. അല്ല, ഇതിന് തിന്നാനുള്ള തീറ്റയൊക്കെ എവിടുന്ന് കിട്ടും? പച്ചപ്പുല്ല് ഇവിടെ വയലിനടുത്തായതിനാൽ വേഗം അരിഞ്ഞെടുക്കാം. പിന്നെ തനിക്കാണെങ്കിൽ പച്ചപ്പുല്ല്
ഇവിടെ എത്തിച്ചേരുന്ന ആളുണ്ട്. പിന്നെ ഇവർക്ക് കൊടുക്കുന്നത് വൈക്കോലും കാലിത്തീറ്റയുമാണ്. വൈക്കോലിന് കെട്ടിന് 300 രൂപ കൊടുത്താല് വണ്ടിക്കാര് ഇവിടെ എത്തിച്ചു. വണ്ടിക്കൂലി വേറെ കൊടുക്കണേ. അല്ല അങ്ങനെയാണെങ്കിൽ കാലിത്തീറ്റ കാലിത്തീറ്റ സൊസൈറ്റിന്ന് ലഭിക്കും. കൂടാതെ കേസ്, കേരള ഫീഡ്സ് പോലെയുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കൂ. അല്ല മണിയേട്ടാ, ഈ സൊസൈറ്റിന്ന് കിട്ടുന്ന കൂടാണ്ട് മൃഗസംരക്ഷണ വകുപ്പ് കാലിത്തീറ്റ ഒരു പ്രത്യേക പരിഗണനയുള്ളവർക്ക് കിട്ടുന്നത് ഞാൻ കേട്ടില്ല. അത് ശരിയാ? അത് കറക്റ്റാ താൻ പറഞ്ഞത്, അത് കറക്റ്റാ. ഇപ്പോഴാണ് നിനക്ക് ഇതുമായിട്ട് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്, മനസ്സിലാക്കി വരുന്നുണ്ട്. അല്ല മണിയേട്ടാ, നമ്മൾ ഇതിന് കൊടുക്കേണ്ട പുല്ലിന്റെയും പിണ്ണാക്കിന്റെയും ഒക്കെ എത്ര കൊടുക്കണം എന്നതിന്റെ ഒക്കെ പ്രത്യേക അളവുണ്ടാവില്ലേ? ആ അളവ് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ അളവുകളെല്ലാം കൃത്യമായി വെറ്റിനറി ഡോക്ടർ എഴുതിയ ഒരു ലഘുലേഖയുണ്ട്. ആ ലഘുലേഖ വെച്ചിട്ടല്ലേ ഞാൻ ഇവരെയൊക്കെ പരിപാലിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഫാം നടത്താന് നമുക്ക് പൈസ വേണ്ടേ? അതിനുള്ള ലോൺ നമുക്ക് കിട്ടും? അങ്ങനെ ചോദിക്കും. കേന്ദ്ര സർക്കാരിന്റെ PMEGP ലോൺ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഈ ഡയറി ഫാം തുടങ്ങിയത്. PMGP അതെന്താ ഇത്? GPPയും ഗൂഗിൾ പേ ഒന്നും അല്ലടോ. PMEGP എന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. അത് പ്രകാരം നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സ്കീമിന് സബ്സിഡി ഉണ്ടാകൂടോ. വളരെ കറക്റ്റ്, വെരി ഗുഡ്. മാത്രമല്ല ഈ സ്കീം നടത്താൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ ഓരോ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒരു സ്റ്റാഫിനെ പ്രത്യേകം നിയമിച്ചിട്ടുണ്ട്. അല്ല ഈ സ്കീം പ്രകാരം നമ്മൾ എന്തൊക്കെ രേഖകളാ ബാങ്കിൽ ഹാജരാക്കേണ്ടത്? ആദ്യം വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡിന്റെ കോപ്പി. പിന്നെ വേണ്ടത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അർഹനാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്. മിനിമം 8ാം ക്ലാസ് എങ്കിലും പാസ്സായിരിക്കണം. ഇത്രയും ആയാൽ തന്നെ പ്രധാന ഡോക്യുമെന്റ്സ് ആയി. ബാക്കിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാ. എങ്കില് ഞാനും എടുക്കും മണിയട്ട ഈ PMEGP ലോൺ. അല്ല ഇവിടെയുള്ള പശുക്കൊക്കെ ഏകദേശം എത്ര ലിറ്റർ? ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഒരു 20 ലിറ്റർ വരെയുള്ള പാല് കിട്ടും ദിവസം. അല്ല മണിയട്ട, നിങ്ങൾ ഈ മിൽമ സൊസൈറ്റിയിൽ ഇവിടുത്തെ പാല്? അതെ. അല്ല ആടെ നമുക്ക് 1 ലിറ്ററിന് ഏകദേശം എത്ര പൈസ കിട്ടും? അവിടെ 45 രൂപയോളം കിട്ടും. നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഉണ്ടല്ലോ അരുൺ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സാർ ഏകദേശം എത്താനായി. മണിച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖം തന്നെ. താങ്കളെ പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു. അതെ അതെ, നിങ്ങളെപ്പോലുള്ള ക്ഷീരകർഷകരൊക്കെ അല്ലേ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുടെ അടിത്തറ. അത് കറക്റ്റാ. മണിച്ചേട്ടനെ പോലുള്ള കൃഷിക്കാരില്ലെങ്കിൽ ഞങ്ങളില്ലല്ലോ. ശരിയാ. അല്ല ഇതാരാ? ഇവൻ മനോജ്, ക്ഷീരകർഷകരെ പറ്റി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ. സാറിന് കദളിപ്പായ എടുക്കട്ടെ? ആയിക്കോട്ടെ. ഇതാ ഇവിടെ ഉണ്ടാക്കിയ കദളിപ്പഴ, ഒന്ന് ടേസ്റ്റ് ചെയ്യ്. രാസവളം പ്രയോഗിക്കാറേ ഇല്ല, 100% ജൈവ. ചാണകവും മൂത്രമൊക്കെയാ ഞങ്ങളുടെ പ്രധാന വളം. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് മാതൃക ഈ അരുൺ സാർ തന്നെയാ. ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹം ഓടി ഇങ്ങെത്തും. അതൊക്കെ ഞങ്ങളുടെ ഒരു തൃപ്തിയല്ലേ. അല്ല എന്തിനാ എന്നെ വിളിച്ചേ? എന്റെ കുറെ മുട്ടയിടാനായ കോഴികളുണ്ട്. ഒറ്റയും മുട്ടയിടുന്നില്ല. ധാതുലവണ മിശ്രിതങ്ങളൊക്കെ കൊടുക്കാറുണ്ട്? അതെല്ലാം കൊടുക്കാറുണ്ട്, കുറേശ്ശെ. ഒരു കോഴിക്ക് ഏകദേശം എത്ര ഗ്രാം തീറ്റ കിട്ടുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്? ഒരു 50 ഗ്രാം എല്ലാം കിട്ടുന്ന രീതിയിലാണ് കൊടുക്കാറ്. അവിടെയാണ് പ്രശ്നം. ഒരു മുട്ടക്കോഴിക്ക് ഏകദേശം 100 മുതൽ 150 ഗ്രാം വരെ തീറ്റ കിട്ടുന്ന രീതിയിൽ ലഭ്യമാക്കണം. അത്രയും വേണോ?
പശുക്കളെല്ലാം ഓക്കെ അല്ലേ? ആ പശുക്കളൊക്കെ ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നുമില്ല, കാര്യമായിട്ട് ഇതായിരുന്നു. എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ ശരി എന്നാൽ. ഓക്കെ. ആ എന്നാ ശരി, ഓക്കെ. മണിയേട്ടാ, ആ നല്ല അകിടൊക്കെയുള്ള പശുവാണല്ലോ. അതെ അതെ, പാല് കൂടാതെ മറ്റെന്തെല്ലാം മെച്ചങ്ങളാണ് ഇവർക്കുള്ളത്. ചാണകവും ഗോമൂത്രമായിരിക്കും. ഹാ, താനൊരു സംഭവം തന്നെയാ, പെട്ടെന്ന് ഇതെല്ലാം പഠിച്ചെടുത്തല്ലോ. ആ ഇത് അസൽ ജൈവവള. മണിയേട്ടാ, ഓ ഈ വിശാലമായ വയല് കാണാൻ എന്ത് രസാലേ. ആ ശരിയാ, പക്ഷേ ഇപ്പോഴത്തെ തലമുറ വയറുകളെല്ലാം നിർത്തി ഫ്ലാറ്റ് പണിയല്ലേ. അവർക്കെന്ത് വയലും കൃഷിയൊക്കെ ഇടോ. ഈ കാറ്റിനും കുളിരിനൊക്കെ ഒരു പ്രത്യേക അനുഭൂതി. ഓ അത് പറയാനുണ്ടോ? അല്ല, തന്റെ ഡയറി ഫാം നടത്തുന്ന കാര്യം തീരുമാനമായില്ലേ? ഓ അതൊക്കെ ഞാൻ എപ്പോഴേ തീരുമാനിച്ച്. ആ ഇതൊക്കെ കാണുമ്പോള് എനിക്കൊരാവേശം. ഗുഡ്. എന്തായാലും ഞാൻ തിങ്കളാഴ്ച ബാങ്കിലൊന്ന് ആ പോയിക്കോ പോയിക്കോ. എങ്കിൽ ശരി, നമുക്ക് കാണാം. എന്തായാലും കാണാം. ആ കാണണം. ഓക്കെ.